നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മാറ്റങ്ങൾ ഏറ്റവും അധികം സംഭവിക്കുന്നത് മലയാള സിനിമയിലാണ്. ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളായ മോഹൻലാലും അഭിനയ കുലപതിയായ മമ്മൂട്ടിയുമൊക്കെ മലയാള സിനിമയുടെ സംഭാവനകളാണ്. മുൻപ് നായകന്മാരുടെ പേരിൽ മലയാള സിനിമ അറിയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് നായികമാരും മത്സരിക്കാനൊപ്പം തന്നെയുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, അങ്ങ് തെന്നിന്ത്യയിലും തിളങ്ങുകയാണ് നായികമാർ. മലയാള സിനിമയെ അഭിമാനം കൊള്ളിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് തമിഴ്നാട്. തമിഴ് സിനിമയിലെ മികവിനുള്ള 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിലെ പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. 7ൽ 5 വർഷങ്ങളിലും മികച്ച നടിമാർ ആയിരിക്കുന്നത് മലയാളികളാണ്. ഹാസ്യ നടിക്കുള്ള പുരസ്കാരം ഉർവശിക്കും ലഭിച്ചു. മികച്ച പ്രതിനായകനായി റഹ്മാനും തിരഞ്ഞെടുത്തു. വൈക്കം വിജയലക്ഷ്മി, വർഷ രഞ്ജിത്ത് എന്നിവർ മികച്ച ഗായികമാരായി. മികച്ച നടിക്കുള്ള പുരസ്കാരം വിവിധ വർഷങ്ങളിലായി 5 മലയാളി താരങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. 2016 പുറത്തിറങ്ങിയ പാമ്പുസട്ടയിലെ പ്രകടനത്തിലൂടെ മലയാളി താരം കീർത്തി സുരേഷാണ് മികച്ച നടിയായി പ്രഖ്യാപിച്ചത്. 2017 അരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാര സ്വന്തമാക്കിയപ്പോൾ 2018 ജ്യോതികയാണ് മികച്ച നടി. ചെക്കച്ചിവന്ത വാനം സിനിമയിലെ പ്രകടനമാണ് നടിയെ അവാർഡിന് അർഹയാക്കിയത്. 2019 വെട്രിമാരൻ സംവിധാനം ചെയ്ത അസുരൻ എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ മികച്ച നടിയായി. മഞ്ജു ആദ്യമായി അഭിനയിച്ച തമിഴ് സിനിമയായിരുന്നു ഇത്. 2020 മലയാളത്തിലേക്ക് തന്നെയായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം. സൂര്യറൈ പോട്ര് സിനിമയിലെ അഭിനയത്തിന് അവാർഡ് ലഭിച്ചത് അപർണ ബാലമുരളിക്ക്. 2021 ജയ് ഭീമിലെ സെങ്കിണിയായി എത്തിയ ലിജോ മോൾ മികച്ച നടിയായി. 2022 സായി പല്ലവിയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗാർഗിയിലെ കഥാപാത്രമാണ് നടിക്ക് പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ. 2016 പുരിയാത്ത പുതിർ എന്ന സിനിമയിലെ അഭിനയത്തിന് വിജയ് സേതുപതി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 2017 കാർത്തിയാണ് മികച്ച നടൻ. തീരൻ, അധികാരം ഒன்று എന്ന സിനിമകൾക്കാണ് കാർത്തിക്ക് അവാർഡ് ലഭിച്ചത്. 2018 വടച്ചെന്നൈയിലൂടെ ധനുഷും 2019 ഒത്തസെരുപ്പ് സൈസ് 7 എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ആർ പാർത്ഥിപനും മികച്ച നടനായി. തൊട്ടടുത്ത വർഷം സൂര്യറൈ പോട്രിലെ അഭിനയത്തിന് സൂര്യ മികച്ച നടനായപ്പോൾ 2021 സർപ്പാട്ട പരമ്പര എന്ന ആക്ഷൻ സിനിമയിലൂടെ ആര്യ തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 താണാക്കാരൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്രം പ്രഭുവാണ് മികച്ച നടൻ. മികച്ച നടൻ 2016 വിജയ് സേതുപതി. നിരവധി മലയാളി താരങ്ങളും ഇത്തവണത്തെ തമിഴ് സ്റ്റേറ്റ് അവാർഡിൽ തിളങ്ങിയിട്ടുണ്ട്. 2017 മികച്ച ഹാസ്യ നടിക്കുള്ള പുരസ്കാരം മകളിൻ മട്ടും എന്ന സിനിമയ്ക്ക് ഉർവശി സ്വന്തമാക്കി. മികച്ച നടിമാരുടെ ലിസ്റ്റിൽ 5 പേരും മലയാളികളാണ്. കീർത്തി സുരേഷ്, മഞ്ജു വാര്യർ, അപർണ ബാലമുരളി, ലിജോ മോൾ, നയൻതാര എന്നിവരാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളികൾ. 2016 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വേലനൈ വന്നിട്ട വെള്ളക്കാരൻ എന്ന സിനിമയ്ക്ക് വൈക്കം വിജയലക്ഷ്മി സ്വന്തമാക്കി. തായ് നിലം എന്ന സിനിമയിലെ ആകായം മേലെ എന്ന ഗാനത്തിന് 2020 മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം മലയാളിയായ വർഷ രഞ്ജിത്തും സ്വന്തമാക്കി. ലോകേഷ് കനകരാജ്, മാനഗരം, മാരി സെൽവരാജ്, പരിയേറും പെരുമാൾ, സുധാ കൊങ്കര, സൂര്യറൈ പോട്ര്, TJ ജ്ഞാനവേൽ, ജയ് ഭീം എന്നിവർ മികച്ച സംവിധായകരായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാനഗരം, അറം, അസുരൻ, ജയ് ഭീം തുടങ്ങിയവയാണ് വിവിധ വർഷങ്ങളിലെ മികച്ച സിനിമകൾ. ഫെബ്രുവരി 13 ചെന്നൈ കലൈവാനർ അരങ്ങിൽ നടക്കുന്ന ചടങ്ങിൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. മികച്ച ചിത്രങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെയാണ് സമ്മാനത്തുക. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.